ഹലോ ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. ഇന്നത്തെ ചെമ്മന്തിരിപ്പൂവിൻ്റെ കഥ കേൾക്കേണ്ടത്. ചെമ്മന്തിരിപ്പൂവിൻ്റെ കഥ പറയുന്നതിന് മുമ്പ് ആദ്യമേ ഞാൻ പറയട്ടെ, എൻ്റെ ചാനൽ വീഡിയോ ഒന്ന് സ്കൈപ്പ് ചെയ്ത് ഫുള്ളായിട്ട് കാണാൻ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അങ്ങനെ ചന്ദ്രമതി ഡാൻസ് സ്കൂൾ തുടങ്ങി. ഡാൻസ് സ്കൂളിലേക്ക് കുട്ടികളൊന്നും വന്നിട്ടില്ല. ചന്ദ്രമതി എൻ്റെ ടെൻഷനിലാണ്, എന്താ ആരും വരാത്തെന്ന് ചോദിക്കുമ്പോൾ കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. കോളിംഗ് ബെൽ അടിക്കുമ്പോൾ ബാമ പറയേണ്ടത് ഞാൻ പോയി നോക്കാമെന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റ് ഞാൻ ഡ്രസ്സൊന്ന് ശരിയാക്കിയിട്ട് പിന്നെ ചന്ദ്രമതി ഡ്രസ്സൊക്കെ ശരിയാക്കി അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ബാമ പോയിട്ട് വാതിൽ തുറന്ന് നോക്കും. വാതിൽ തുറന്ന് നോക്കുമ്പോൾ ഒരാൾ, അപ്പോൾ വരൂ സാർ കയറി ഇരിക്കുമെന്ന് പറയും. അപ്പോൾ ആൾ കയറിയിരിക്കും. അപ്പോൾ ഇത് ഡാൻസ് സ്കൂളാണ് ചോദിക്കുമ്പോൾ പറയും, ചന്ദ്രമതി പറയും അതായത് ഡാൻസ് സ്കൂളാണ്, ഇവളിവിടെ താമസിക്കണമെന്നേ ഉള്ളൂ പറയും. അപ്പോൾ ഇവിടെ എ സി ഉണ്ട് ചോദിക്കുമ്പോൾ ഇവൾ റെസ്റ്റ് എടുക്കണ 3 മുറികളിലെ എ സി ഉണ്ട്. അപ്പോൾ എത്ര കുട്ടികളുണ്ട് ചോദിക്കും. അപ്പോൾ ഇപ്പോൾ 10ഓളം കുട്ടികളുണ്ട്. എല്ലാവർക്കും നല്ലോണം പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്, നല്ല അന്തരീക്ഷമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ പൊക്കി പറയണം. അപ്പോൾ ആൾ പറയും അപ്പോൾ എ സിയും ഇതൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ കറണ്ട് ഉപയോഗിക്കില്ലല്ലോ പറയും. അപ്പോൾ സാറിൻ്റെ മോൾ എത്രയല്ലോ പഠിക്കാൻ നോക്കുമ്പോൾ എൻ്റെ മോൾ 10ാം ക്ലാസ്സിലാണ് പറയും. അപ്പോൾ ഓക്കെ, ഇന്ന് മുതലാണ് സാറ് വരുന്ന മോളെയും കൊണ്ട് വരുന്ന ഒരു കാഞ്ചി, ഇന്ന് 2000 രൂപ ഫീസ് അടച്ചിട്ട് പൊക്കോളൂ, നാളെ തൊട്ട് മോളെയും കൊണ്ട് വന്നോളൂ, ഐശ്വര്യമായിട്ട് തുടങ്ങാമെന്ന് പറയും. അപ്പോൾ അയാൾ പറയും ഞാനതിന് എൻ്റെ മോളെ ഡാൻസ് പഠിപ്പിക്കാനാണ് വരുന്നത്, നിങ്ങളോട് ആരെ പറഞ്ഞു, ഞാൻ KSEB എന്നാണ് വന്നത്, നിങ്ങളിപ്പോൾ ഇതൊരു വീടല്ലേ, അപ്പോൾ ഇത് ഡാൻസ് സ്കൂളാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ ഇത് കമേഴ്ഷ്യൽ പ്ലോട്ടായില്ല, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കറണ്ട് ബില്ല് വരും, അപ്പോൾ നിങ്ങളിതിന് പിഴ അടയ്ക്കേണ്ടി വരും, അപ്പോൾ ഇതിന് കറണ്ട് ബില്ല് കൂടും, അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള പൈസ അടയ്ക്കേണ്ടി വരും, ഞാനിപ്പോൾ ഒരു ഫോം തരാം, അത് ഒന്ന് ഫില്ല് ചെയ്തിട്ട് ഇലക്ട്രിസിറ്റി ഓഫീസിൽ കൊടുക്കണം, അപ്പം ഇനി ഇത് വീടായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വലിയൊരു കെണിയിൽ അവരെ പെടുത്തിയിട്ട് KSEB ഉദ്യോഗസ്ഥൻ പോവാണ്. അത് കേൾക്കുമ്പോൾ ബാമ പറയുമോ എൻ്റെ ചന്ദ്രയെ നീ എന്ത് പണിയായി ചെയ്ത്, നിനക്കിത് എൻ്റെ വീടാന്ന് പറയുന്നില്ല, എനിക്കറിയില്ലല്ലോ അയാൾ KSEB ഉദ്യോഗസ്ഥനാണെന്ന് എനിക്കറിയില്ലല്ലോ, ഞാൻ അയാളെ കുട്ടീനെ ഡാൻസ് പഠിപ്പിക്കാനെങ്ങാനും വന്നതാവെന്ന് വിചാരിച്ചു എന്നൊക്കെ പറയാണ്. നന്നായി, ഇനി കറണ്ട് ബില്ല് ഇരട്ടി വരും, അല്ലെങ്കിൽ കറണ്ട് ബില്ല് കൂടുതലാണ് പറയുമ്പോൾ ചന്ദ്രമതി പറയും നീ വിഷമിക്കേണ്ട, നിൻ്റെ കറണ്ട് ബില്ല് ഞാൻ തന്നോളാം, അത് ഇങ്ങോട്ട് താ പറഞ്ഞിട്ട് KSEBയിലത്തെ പേപ്പർ ചന്ദ്രമതി മേടിച്ച് കൈപ്പിടിക്കും. അത് കഴിഞ്ഞും കുട്ടികളെ ആരും കാണാനില്ല. അപ്പോൾ അടുത്തതൊരാൾ വരുമ്പോൾ ചന്ദ്രമതിയോട് ബാമ പറയുന്നത് ഇവിടെ ഇരിക്കുന്നത് ഇനി എന്തൊക്കെ പൊട്ടത്തരങ്ങൾ എഴുന്നള്ളിക്കാന്ന് അറിയില്ല, അതുകൊണ്ട് ഞാൻ പോയി വാതിലോർന്നോളാൻ പറഞ്ഞിട്ട് വാതിലോർക്കുമ്പോൾ ഒരാൾ കുട്ടീനെ കൊണ്ട് വന്നിട്ട് മതി, ഇതല്ലേ ഡാൻസ് സ്കൂള്, അയ്യോ ഇത് ഡാൻസ് സ്കൂളെന്നല്ലത് എൻ്റെ വീടാണ്, ഇവിടെ ആരും ഡാൻസ് പഠിപ്പിക്കുന്നത് കമേഴ്ഷ്യൽ പ്ലോട്ടെന്നല്ലത് എൻ്റെ താമസിക്കുന്ന സ്ഥലമാണ്, ഇതിന് ഞാൻ അഡീഷണൽ ബില്ലൊന്നും തരല്ലേ, അപ്പോൾ ഇത് ഡാൻസ് സ്കൂളാന്ന് പറഞ്ഞിട്ട് ഇല്ല അത് എൻ്റെ വീടാന്ന് പറയാം. അപ്പോൾ ചന്ദ്രമതി വന്നിട്ട് പറയാം അതെ ഇത് ഡാൻസ് സ്കൂളാണ്, ഞാനാ പഠിപ്പിക്കുന്നത് പറയുമ്പോൾ അയാൾ പറയാം ഇതിലെന്തോ ഉടായ്പുണ്ടല്ലോ, ഒരാളാണ് പറയണം ഒരാളല്ല പറയണു, ഇനിയിപ്പോൾ എന്തായാലും വേണ്ട ഞാൻ എൻ്റെ മോളെ വേറെ എവിടെയെങ്കിലും പഠിപ്പിച്ചോളാം പറഞ്ഞിട്ട് അയാൾ തിരിച്ചു പോകും. അങ്ങനെ ആ സ്റ്റുഡൻറ്റ് തിരിച്ചു പോയി. അപ്പോൾ ചന്ദ്രമതി എന്ത് പണിയാണ് ബാമയെ കാണിച്ച് പറഞ്ഞിട്ട് ചന്ദ്രമതി ആകെ ഇങ്ങനെ വിഷമിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ആരും വരുന്നില്ല. അത് കഴിഞ്ഞു വൈകിട്ട് വീട്ടിലെത്തിയപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു എന്തിനാണ് നീ ഇങ്ങനെ വിഷമിക്കുന്നത് പറയുമ്പോൾ ഒരു കുട്ടി പോലും പഠിക്കാൻ വന്നില്ല, ഒരാളെങ്കിലും വന്നാൽ മതിയായിരുന്നു, നമ്മൾ വിചാരിച്ച പോലെ എളുപ്പമല്ലാതെ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തോട് കൂടിയിട്ടാണ് ചന്ദ്രമതി പറയണത്. അപ്പോൾ അത് കേൾക്കുമ്പോൾ രേവതി പറയും അമ്മ വിഷമിക്കല്ല, തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ രവീന്ദ്രൻ പറയും അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യണമായിരുന്നു, 10 കുട്ടികളേനെ ആദ്യമേ സംഘടിപ്പിച്ചിട്ട് ഡാൻസ് സ്കൂൾ തുടങ്ങണമായിരുന്നു, ഇനിയിപ്പോൾ നീ ഇത് പറഞ്ഞ് വിഷമിച്ചിട്ട് എന്തായാലും തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, വരും കുട്ടികൾ വരും, നീ ഒന്ന് ക്ഷമിക്കുക എന്നൊക്കെ പറയണം. അങ്ങനെ ചന്ദ്രമതിയുടെ വിഷമം സച്ചി രേവതി കാണാണ്. അപ്പോൾ എങ്ങനെയാണ് അത് ശരിയാവുക, ഇവളല്ലേ വിളക്കിൽ തിരിയിട്ട് പറഞ്ഞിട്ട് അപ്പോഴും ആ കുറ്റം ചന്ദ്രമതി രേവതിയുടെ തലയിലേക്ക് വയ്ക്കുകയാണ്. അപ്പോൾ രവീന്ദ്രൻ പറയാം അതെങ്ങനെ ചന്ദ്ര ശരിയാവും, നീയല്ലേ പറഞ്ഞ ഉദ്ഘാടനം ചെയ്തവരുടെ കൈയാണ് നോക്കുക, അല്ലാണ്ട് വിളക്കിൽ തീരിട്ടവരെ ഇപ്പം നേരെ കുട്ടികൾ വരേണ്ട ഇപ്പോൾ ഇവളുടെ മേത്തേക്ക് അയ്യോ കുറ്റം എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ചന്ദ്രമതിനെ രവീന്ദ്രനെ ചീത്ത പറയണം. അത് കഴിഞ്ഞു. അപ്പോൾ അമ്മ ഭക്ഷണം കഴിക്കാനും എനിക്കൊന്നും വേണ്ട പറഞ്ഞിട്ട് അങ്ങനെ സങ്കടത്തിൽ ചന്ദ്രമതി പട്ടിണി കിടക്കുകയാണ്. അപ്പോൾ സച്ചി ചോദിക്കും ചന്ദ്രമതി പോയി കഴിയുമ്പോൾ രേവതിയോട് നിനക്ക് വിഷമായി അമ്മ അങ്ങനെ പറഞ്ഞു ചോദിക്കുമ്പോൾ രേവതി പറയും ഇല്ല എനിക്കിതൊക്കെ ശീലമല്ല, അമ്മയുടെ അടുത്ത് നിന്ന് കേൾക്കാത്ത ദിവസം നല്ലല്ലോ, ഇതെന്നും കേൾക്കുന്നതല്ലേ സച്ചേട്ടാന്ന് പറയണം. അത് കഴിഞ്ഞു. പിറ്റേ ദിവസം വീണ്ടും ചന്ദ്രബാമയുടെ വീട്ടിൽ പോയി ഒരു കുട്ടിയെങ്കിലും വന്നാൽ മതിയായിരുന്നു, ബാമ ഇതെന്താ ആരും വരാത്തെ എന്നൊക്കെ ചോദിച്ചിട്ട് ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയത്ത് കോളിംഗ് ബെല്ലടിക്കുമ്പോൾ ചന്ദ്രൻ വന്ന് വാതിൽ തുറക്കുമ്പോൾ പുറത്ത് സച്ചി രേവതിയാണ് നിൽക്കുന്നത്. അപ്പം നിങ്ങളെന്തിനും അങ്ങോട്ട് വന്ന് എന്നെ കളിയാക്കാൻ വന്നത് അവരിൽ ചോദിക്കുമ്പോൾ അല്ല ഡാൻസ് പഠിക്കാൻ വേണ്ടി വന്നതാണ് പറഞ്ഞിട്ട് ഒരു തട്ട് നിറച്ച് ഫ്രൂട്ട്സും ദക്ഷിണയും കൊണ്ടാണ് അവർ വന്നിരിക്കുന്നത്, ഈ ദക്ഷിണ മേടിച്ചിട്ട് ഞങ്ങളെ ശിഷ്യരായിട്ട് സ്വീകരിക്കണം പറയണം. അപ്പോൾ നിങ്ങളെന്നെ കളിയാക്കാൻ വേണ്ടി വന്നതാണെന്ന് എനിക്കറിയാം, കടന്ന് പൊക്കോ ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കണ്ട പറഞ്ഞിട്ട് ചന്ദ്രമതി അവരെ കളിയാക്കാണ്, ചീത്ത പറയുമ്പോൾ പറയും ബാമ പറയും എന്ത് ഭർത്താന ചന്ദ്ര അവർ പഠിക്കാൻ വന്നവരല്ലേ, നിൻ്റെ ജോലി എന്താ പഠിപ്പിക്കലല്ലേ, ഇവർക്ക് ഡാൻസിനെ പറ്റി എന്താ അറിയാം, ഇവരെന്തറിഞ്ഞിട്ട് ഈ തുള്ളാൻ വന്നേക്കണം, ഇത് പൂ കെട്ടണ പോലെ ഡ്രൈവിങ് പഠിക്കുന്ന പോലെ അത്ര നിസ്സാരമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി അവർ ചീത്ത പറയുമ്പോൾ സച്ചി പറയും അത് നിങ്ങളാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ രേവതി പറയും പൂ കെട്ടണത് കൈ കൊണ്ടാണ്, ഡ്രൈവിങ് ചെയ്യേണ്ടതും കൈ കൊണ്ടും കാലം കൊണ്ടാണ്.
അപ്പോൾ അതുപോലെ തന്നെയല്ലേ അമ്മ ഡാൻസ് ഞങ്ങളെ കൊണ്ട് പറ്റുന്നൊക്കെ അമ്മ ഒരു കാര്യം ചെയ്യും, ഒരു പാട്ട് വെച്ചിട്ട് ഞങ്ങൾ ഡാൻസ് കളിച്ചിട്ട് അത് ഞങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അമ്മ ഞങ്ങളെ പഠിപ്പിച്ചാൽ മതി, ഇല്ലെങ്കിൽ അമ്മ ഞങ്ങളെ പറഞ്ഞു വിട്ടോ എന്ന് പറയണം. എന്നാൽ ശരി പറഞ്ഞിട്ട് അപ്പോൾ ബാമ ഒരു പാട്ട് വയ്ക്കും. ഇവർ അടിപൊളിയായിട്ട് ഡാൻസ് കളിക്കാനാണ് സച്ചി രേവതിയും. പക്ഷേ ചന്ദ്രമതി പറയും മതി എന്നെ കളിയാക്കിയത്, കടന്നു പോ രണ്ടും ഇവിടുന്ന്, എന്തൊക്കെ നിങ്ങൾ കാട്ടിക്കൂട്ടണം, ഇതാണോ ഡാൻസ്, ഇങ്ങനെയാണോ ഡാൻസ് പഠിക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് ചന്ദ്രമതി അവരെ വഴക്ക് പറയാണ്. അമ്മ എന്ത് മാനദണ്ഡത്തിലാണ് ഞങ്ങൾക്ക് ഡാൻസ് അറിയില്ല, ഞങ്ങൾക്ക് അറിയില്ല എന്നമ്മ പറയണത്. അമ്മ ഒരു കാര്യം ചെയ്യും, അമ്മ എടുക്കുന്ന സ്റ്റെപ്പ് ഞങ്ങളെ കൊണ്ട് പറ്റുമോ എന്ന് നോക്ക്, എന്നിട്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ അമ്മ പറഞ്ഞു വിട്ടോ, അതല്ലേ അമ്മ അതിൻ്റെ മര്യാദ ചോദിക്കുകയാണ് രേവതി. അപ്പോൾ മാമ പറയും അതേ ശരിയാ ചന്ദ്രമതി, നീ എടുക്കുന്ന സ്റ്റെപ്പ് അവർക്ക് എടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ നിനക്ക് ആ നിമിഷം അവരെ പറഞ്ഞു വിടാലോ, അതല്ലേ അതിൻ്റെ മര്യാദ. പറയുമ്പോൾ ശരി ഞാൻ പഠിക്കണം, ഞാൻ എടുക്കുന്ന സ്റ്റെപ്പ് നിങ്ങൾ എടുക്കണം, നിങ്ങൾക്ക് ഡാൻസിന് എന്തൊക്കെ ഇതുണ്ടെന്ന് അറിയാം, നിങ്ങൾക്ക് ഒന്നും അറിയില്ലല്ലോ, അപ്പോൾ ഞാൻ എടുക്കുന്ന സ്റ്റെപ്പ് നീ എടുക്കണം, നിങ്ങളെടുത്തിട്ട് നിങ്ങളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ആ നിമിഷം ഇവിടുന്ന് രണ്ടും കൂടി സ്ഥലം വിട്ടോളം പറയണം. അപ്പോൾ ഓക്കെ പറയും. അങ്ങനെ ചന്ദ്രമതിയുടെ വ്യവസ്ഥയിൽ ഡാൻസ് ചന്ദ്രമതി പഠിപ്പിക്കുന്ന സ്റ്റെപ്പ് പഠിക്കാൻ ഒരുങ്ങുന്ന രേവതിയും സച്ചിയും. അങ്ങനത്തെ സമയത്താണ് നമ്മുടെ ഇന്നത്തെ ചേമ്പർ നെപ്പോൻ്റെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ നാളത്തെ കഥയുമായി നാളെ വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.